ഗൈസ്, ഒരു പെണ്ണ് ആഫ്റ്റർ മാരേജ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയോ? സ്വന്തമായിട്ടൊരു വീടാണ് കേട്ടോ. കാരണം കല്യാണം കഴിയുന്നതോടു കൂടി സ്വന്തം വീട്, അതുവരെ ജനിച്ചു വളർന്ന് വലുതായ വീട് അവൾക്ക് സ്വന്തമല്ലാതായിത്തീരും. ഈ ഒരു കല്യാണത്തോടു കൂടി അവൾക്കത് സ്വന്തമല്ലാതായിത്തീരും. സ്വന്തം വീട്ടിൽ നിന്ന് പറയും ഇവിടുന്ന് കെട്ടിച്ചയച്ചതാണെന്ന് പറയും, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പറയും അന്യ വീട്ടിൽ നിന്ന് വന്നതാണെന്നും പറയും. പിന്നീട് നമ്മളിപ്പോൾ ഒരു 10 ദിവസത്തിന് 15 ദിവസത്തിനൊക്കെ വിരുന്നിന് വന്നിട്ട് ഒരു 20 ദിവസമൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ചോദ്യം തുടങ്ങും, എന്താ പോണില്ലേ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ ഇവിടെ നിൽക്കണേ എന്നൊക്കെ ചോദിക്കും. സ്വന്തം വീട്ടിൽ നിൽക്കുമ്പം ചോദ്യങ്ങൾ വരും. ഗേൾസ് കല്യാണം കഴിയുന്നതുവരെ നിന്ന വീട്, അതുവരെ ജനിച്ചു വളർന്ന് വലുതായ വീട്ടിലേക്ക് കുറച്ച് ദിവസം വന്ന് നിന്ന് കുറച്ച് ദിവസം അധികം നിന്നാൽ ചോദ്യം വരും, എന്താ പോണില്ലേ എന്നിട്ട് ചോദ്യം വരും. അപ്പോൾ എന്ത് ചെയ്യും? അതുവരെ ജനിച്ചു വളർന്ന വീടും അവൾക്ക് സ്വന്തമല്ലാതായി തീരും, ഹസ്ബൻഡിൻ്റെ വീടും അവൾക്ക് സ്വന്തമല്ലാതായി തീരും. അപ്പോൾ അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ളൊരു വീടാണ്. ഇതാരുടെ വീടാണെന്ന് ചോദിച്ചാൽ എൻ്റെ വീടാണെന്ന് പറയാനൊരു വീട്. അതാണ് ഏറ്റവും കൂടുതൽ ഒരു പെണ്ണ് ആഫ്റ്റർ മാരേജ് ലൈഫിൽ ആഗ്രഹിക്കുന്നത്.